Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. മലയാളത്തിലെ പ്രശസ്ത ചരിത്ര നോവലായ രണ്ടാം ഊഴം എന്ന നോവലിലെ മികച്ച ഉദ്ധരണികളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിനു മുന്നോടിയായി എം.ടി. വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്ത നോവലായ രണ്ടാം ഊഴത്തിനെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എം.ടി. വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്തമായ നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. 5 മക്കളിൽ രണ്ടാമനായ ഭീമനെ എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠിരനോ കഴിഞ്ഞ് രണ്ടാം ഊഴമേ ലഭിക്കുകയുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇതുതന്നെ തുടരുന്നു. ഇതാണ് പേരിനു പിന്നിലെ കഥ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എം.ടി. സാറുടെ രണ്ടാം ഊഴം എന്ന ചരിത്ര നോവലിലെ മികച്ച ചില ഉദ്ധരണികൾ ചുവടെ ചേർക്കുന്നു. ആദ്യത്തേത്, ആരാണ് എന്നെ വരിഞ്ഞു കെട്ടി കയത്തിലിട്ടതെന്ന ചോദ്യത്തിന് ശത്രു എന്നു മാത്രം പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു, ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യനെ രണ്ടാമതൊരവസരം കൊടുക്കരുത്. 2. കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ട് നടക്കുന്ന ദേവ, ഇവിടെ ഞാനുണ്ട്, അവിടുത്തെ മകനായ 5 വയസ്സുള്ളൊരുണ്ണി. 3. കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ കണ്ണീര് കണ്ട് രസിച്ചവരാണ്, എനിക്കറിയാം. 4. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമനെ ജയിച്ചേ പറ്റൂ. 5. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഹസ്തിനപുരത്തിന് കപ്പം തന്ന് കാൽ വണങ്ങാത്തൊരു രാജാവും ലോകത്തിലുണ്ടാവില്ല. അതേതെങ്കിലും ആചാര്യൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ശവം വീണ്ടു കാണാൻ കൊതിക്കുന്ന കൂളികൾ പല വേഷത്തിൽ ഈ കൊട്ടാരത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. ജ്യോതിഷക്കാരായിട്ടും ഋഷിമാരായിട്ടും നിങ്ങൾ ഒരുമിച്ചു കഴിയേണ്ടവരാണ്, അതുമാത്രം അവർ പറഞ്ഞു തരില്ല. 6. ബീജമേറ്റുവാങ്ങുന്ന ഗർഭപാത്രങ്ങൾ, വിത്ത് വിതയ്ക്കാൻ മാത്രമായ വയലുകൾ, പിന്നെ എന്തെല്ലാം. നിങ്ങൾ ഈ സ്ത്രീയെ കണ്ടില്ല, എൻ്റെ അമ്മയെ. 7. ആരെ ആദ്യം വീഴ്ത്തുന്നു എന്നതായിരുന്നു കാര്യം. വധത്തിൻ്റെ ന്യായവും അന്യായവും ക്ഷത്രിയർ അന്വേഷിക്കേണ്ടതില്ല. യുദ്ധത്തിൽ കൊല്ലുന്നതാണ് ധർമ്മം, മരിച്ചാലും പുണ്യം. ആദ്യത്തെ കൊലയുടെ ചോരപ്പാടുകൾ കഴുകി തനിയെ നിന്നപ്പോൾ ജേതാവിൻ്റെ അഹങ്കാരമായിരുന്നില്ല മനസ്സിൽ. വ്യക്തമല്ലാത്ത ഒരസ്വസ്ഥത അത്തിക്കായ്ക്കകത്തെ മഷിക പോലെ മനസ്സിൽ ഇഴഞ്ഞു നടന്നു. 8. ആദ്യം വീഴുന്ന മൃഗം, ആദ്യം കൊല്ലുന്ന ശത്രു, ആദ്യം അനുഭവിക്കുന്ന പെണ്ണ്, ഇതൊക്കെ ആണിന് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. ഇവയാണ് മികച്ച 8 ഉദ്ധരണികൾ എം.ടി. വാസുദേവൻ നായരുടെ നോവലായ രണ്ടാം ഊഴത്തിലെ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.